ശ്രീലളിതാ സഹസ്രനാമം ദൈനംദിന പാരായണത്തിന് ലളിതവും പ്രായോഗികവുമായ മാർഗം. വീട്, സമയം, ക്ഷീണം ഒന്നും തടസ്സമാകാത്ത രീതിയിൽ. സമയം ഏറ്റവും നല്ലത് പ്രഭാതത്തിൽ കുളിച്ച ശേഷം, സാധ്യമല്ലെങ്കിൽ സന്ധ്യാകാലം, അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ്. സമയംക്കാൾ പ്രധാനമാണ് സ്ഥിരത, ഇരിപ്പും മനോഭാവവും. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് തിരിഞ്ഞ് ഇരിക്കുക സാധ്യമെങ്കിൽ. നിലത്ത് ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കസേര മതിയാകും. മനസ്സിൽ ഒരു വാക്യം മാത്രം: ഇത് അമ്മയ്ക്കുള്ള സമർപ്പണമാണ്. കുറഞ്ഞതായ ക്രമം. ഘട്ടം 1: സ്മരണം. 10 മുതൽ 20 വരെ സെക്കൻഡ് മനസ്സിൽ അല്ലെങ്കിൽ പതുക്കെ: ശ്രീമാതാ, ശ്രീലളിതാംബികെ, എനിക്ക് അറിയുന്നത്രയും അറിയാത്തതത്രയും പിശകുകൾ ക്ഷമിക്കണമേ. ഘട്ടം 2: സഹസ്രനാമ പാരായണം. മുഴുവനായും സമയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇനി പറയുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം. ദിവസം ഒരു ആവർത്തി ശ്ലോകം, ഓരോ ദിവസം ഓരോ ശ്ലോകം. അല്ലെങ്കിൽ ശ്ലോകങ്ങൾ 1 മുതൽ 10 വരെ മാത്രം. അല്ലെങ്കിൽ 182 മുതൽ 183 വരെ സമാപനഭാവം നൽകുന്ന ശ്ലോകങ്ങൾ. അമ്മ എത്ര എന്നല്ല, എങ്ങനെ എന്നതാണ് കാണുന്നത്. ഘട്ടം 3: സമർപ്പണം. ഇത് അമ്മയ്ക്കുള്ള പാരായണസേവയായി ഞാൻ സമർപ്പിക്കുന്നു. അത്യന്തം ലളിതമായ ക്ഷീണദിന മാർഗം. സമയമില്ലെങ്കിൽ, മനസ്സു ക്ഷീണിച്ചാൽ കണ്ണടച്ച് ഒറ്റനാമം മാത്രം 3 പ്രാവശ്യം: ശ്രീമാതാ അല്ലെങ്കിൽ ലളിതാംബികെ. ഇതും പൂർണ്ണമായ പാരായണഫലം നൽകുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ശുദ്ധ ഉച്ചാരണം എന്ന ഭയം വേണ്ട. എണ്ണം പൂർത്തിയാക്കണം എന്ന നിർബന്ധമില്ല. ഭക്തിയും സ്ഥിരതയും ചേർന്നാൽ പൂർണ്ണഫലം. പാരായണം കഴിഞ്ഞാൽ മനസ്സിൽ ചെറിയ ശാന്തത തോന്നിയാൽ അതാണ് ലക്ഷണം. പ്രത്യേകമായി ഓർമ്മിക്കേണ്ടത് ലളിതാ സഹസ്രനാമം മന്ത്രമല്ല, അത് അമ്മയുടെ സ്നേഹസംഭാഷണമാണ്. അതിനാൽ നിയമത്തേക്കാൾ ബന്ധം പ്രധാനമാണ്. അമ്മയുടെ കൃപ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.